ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن مع قال ربنا من الشاهدين والشاكرين والحمد لله رب العالمين. وما هذا الغار من خير ومن كرم وكل طرف من الكفار عند عمي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم فالصدق في الغالي والصديق لم يرما وهم يقولون ما بالغالي من آدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والنلحى ما بغى العنكبوت على خير البرية لم تنسج ولم تحمي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي كرمي سعد سعيد زبيد طلحة وأبي عبيدة وابن عوف آشيد الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم
كرمي يا ربي آتي المنى بحق سيدنا محمد صاحب الآيات والحكم يا رب سيدنا خير الورى سندا حسن مقاصدنا ذا الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല വഅല നമ്മുടെ സദസ്സിനെ ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു തആല ഏറ്റവും പവിത്രത നൽകിയിട്ടുള്ള മുഹറം മാസത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഈ മാസത്തിന്റെ വലിയ പവിത്രതയും ഇതിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും ലഭിച്ച നല്ലവരായ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹനീയ മുബാറക്കായ മജ്ലിസിലേക്ക് എന്തെല്ലാം ഉഖ്റവിയും ദുന്യവിയുമായ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടേക്ക് വളരെ പ്രയാസപ്പെട്ട് പലരും വന്നവരുണ്ട്. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അറിയുന്ന യജമാനനായ അല്ലാഹു ജല്ല വഅല റബ്ബേ, നീ ഞങ്ങൾക്ക് ഈ മജ്ലിസിലേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ മുറാദുകളും പൂർത്തീകരിച്ച് നല്ല സന്തുഷ്ടമായ ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളാക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത, ഞങ്ങൾക്ക് വേണ്ടി ഊണും ഉറക്കവും അടിച്ചിട്ടുള്ള ഞങ്ങളുടെ പന്യരായിട്ടുള്ള ഉപ്പമാർ, ഉമ്മമാർ, ഓതിപ്പടിക്കുന്ന കാലഘട്ടത്തിലും ശേഷവും ഞങ്ങൾക്ക് ഭക്ഷണവും പാനീയവും ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപകാരങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള നല്ല നല്ല മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ആളുകൾ, യാ അല്ലാഹ്, അവർക്കെല്ലാം ഈ മാസത്തിന്റെ മുഴുവൻ പവിത്രതകളും ഈ സദസ്സിന്റെ സന്തോഷവും നീ നൽകണം റഹ്മാനെ. അതിലേറെ ഉപരി ഞങ്ങളെ ഈ രൂപത്തിലാക്കുന്നതിന് വേണ്ടി രാപ്പകൽ ഭേദമന്യേ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞങ്ങളെ ഈ രൂപത്തിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഞങ്ങളുടെ വന്യരായ ഉസ്താദുമാർ പലരും പ്രായാധിക്യം ചെന്ന് ക്ഷീണിതരായവരുണ്ട് റബ്ബേ. പലവരും നല്ല രീതിയിൽ തന്നെ ദർസ് നടത്തുന്ന ഞങ്ങളുടെ വന്യരായ പ്രിയപ്പെട്ട ഉസ്താദുമാർ, യാ അല്ലാഹ്, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഹിമ്മത്തും സലാമത്തും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. യാ റബ്ബ് യാ റഹ്മാൻ യാ അല്ലാഹ്, വഫാത്തായി പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാ നിലക്കുള്ള അഭിമാനങ്ങളും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മുഴുവൻ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും ഫിത്നക്കാരുടെ ഫിത്നകളിൽ നിന്നും റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ വന്യരായ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബമിത്രാദികൾ, സ്നേഹജനങ്ങൾ, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണം അല്ലാഹ്. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഹിജ്റ വർഷം ആണ് നമ്മൾ മുസ്ലിമീങ്ങളുടെ കലണ്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മജ്ലിസിൽ തന്നെ ഞാൻ മുമ്പ്
ഹിജറ വർഷത്തിന്റെ പ്രാധാന്യവും അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ വിശദമായി കടന്ന് സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അതേസമയത്ത് ഒറ്റവാക്കിൽ പറയുന്നു, നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും, ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജനന തീയതി കൃത്യമായി ഹിജറ വർഷവും ജനിച്ച മാസവും അതിന്റെ തീയതിയും കറക്റ്റ് നമ്മൾ കൃത്യമായ റെക്കോർഡുകളാക്കി വെക്കണം. ഭൗതിക സംവിധാനത്തിൽ നമുക്ക് ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ അത് ക്രിസ്താബ്ദം വർഷമനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അത് നമുക്ക് മതപരമായ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. അതിൻ്റെയൊക്കെ കാര്യകാരണ സഹിതം ഇതിനു മുമ്പ് വളരെയേറെ വിശദമായി തന്നെ അതിന്റെ തെളിവുകളും അതിന്റെ കണക്കുകളും ഞാൻ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഒരു ദിവസത്തിൽ 11 ദിവസത്തെ കുറവ് ഒരു വർഷത്തിൽ ക്രിസ്താബ്ദം അനുസരിച്ചിട്ടുള്ള വർഷത്തിനേക്കാൾ നമ്മുടെ ഹിജറ വർഷം അനുസരിച്ച് മിനിമം 11 ദിവസമെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഒരു വർഷം 11 ദിവസം വ്യത്യാസം വരുമ്പോൾ 3 വർഷമാകുമ്പോൾ ഒരു മാസമാകും. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊണ്ട് മാസങ്ങൾ ഇങ്ങനെ കൂടും. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രായപൂർത്തി, ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രായപൂർത്തി എന്ന് പറയുന്നത് വയസ്സുകൊണ്ടാണെങ്കിൽ 15 വയസ്സാണ്. 15 വയസ്സായാൽ പ്രായപൂർത്തിയാകുന്ന മുറക്ക് ഇസ്ലാമിക ശരീഅത്തിൽ ഒരുപാട് നിയമങ്ങൾക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. പല കാര്യങ്ങളുമുണ്ട്. എത്രത്തിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സീരിയസ് ആയിട്ട് നമുക്കറിയുന്ന കാര്യമാണ് നിസ്കാരത്തിന്റെ നിർബന്ധം. അത് 15 വയസ്സാകുമ്പോൾ നിർബന്ധമായി കഴിഞ്ഞു. അത് ഇനിയും എനിക്ക് മാസങ്ങളുണ്ട് എന്ന് ധരിക്കുന്നത് മണ്ടത്തരമാണ്. അതേസമയം എന്റെ പ്രായപൂർത്തി 15 വയസ്സുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായിട്ടുണ്ട്. അല്ലാതെയും പ്രായപൂർത്തിയാകാനുള്ള സാഹചര്യങ്ങൾ പുരുഷനിക്കും ആൺകുട്ടിക്കും പെൺകുട്ടിക്കുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ പിതാവ് മരിച്ച് വല്ലുപ്പ മരിച്ച് ചില കുട്ടികൾ, ആ കുട്ടികൾ പിന്നീട് പെൺകുട്ടികളെ വിവാഹം ചെയ്യേണ്ട സാഹചര്യം വരുന്ന സമയത്ത് ആ കുട്ടിയുടെ ആങ്ങള വിവാഹം ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ആങ്ങളയുണ്ട്, പക്ഷെ ആ ആങ്ങൾക്ക് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് 15 വയസ്സായിട്ടില്ല. പക്ഷെ ഹിജറ വർഷം അനുസരിച്ച് 15 വയസ്സായിട്ടുണ്ട്. എന്നാൽ ആ കുട്ടിയാണ് അവിടെ വിവാഹം ചെയ്ത് കൂടാ. കുട്ടിയല്ല, പ്രായപൂർത്തിയായ ഒരു പുരുഷനായിട്ടുണ്ട്. പക്ഷെ നമ്മൾ 15 വയസ്സായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയാൽ അവിടെ വിവാഹം തന്നെ ശരിയാകാത്ത അവസ്ഥ വരും. അങ്ങനെ വളരെയേറെ ദുരന്തപൂർണമായ അവസ്ഥ ഹിജറ വർഷം കണക്കിലെടുക്കാതെ വരുമ്പോൾ പല നിലക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെയേറെ കാര്യഗൗരവത്തോടുകൂടി ഹിജറ വർഷത്തെ നമ്മൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ, ഹിജറ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമ്മൾ റസൂലുള്ളാഹിന്റെ ത്യാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങളെ കുറിച്ചുമൊക്കെ ഹിജറയിൽ ഒരുപാട് രംഗങ്ങൾ ഉണ്ട്. ഇതെല്ലാം കൂടെ പറയാൻ പറ്റുന്ന ഒരു സമയമല്ല, കുറഞ്ഞ സമയം മാത്രമാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് മഗ്‌രിബ് വളരെ വൈകിയാണ് ഇപ്പോൾ ഉള്ളത്. 7 മണിയാകുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കുള്ളൂ. ജമാഅത്തെല്ലാം കഴിഞ്ഞവരത്തിൽ വന്ന് അപ്പോൾ തന്നെ 8 മണി ഏകദേശമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് നേരത്തെ വളരെ വൈകുന്നതിന് മുമ്പ് തന്നെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോവുകയും വേണം. അതുകൊണ്ട് വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിന്റെ മുത്തബറക്കായ ഈ സദസ്സിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഒന്നും കൂടി ഉചിതവും അതിലേറെ ഉപരി ഹിജറ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അറബ് വർഷത്തെ പിന്നെ നമ്മുടെ അറബിക് കലണ്ടറിനെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് വരുമ്പോൾ എന്തുകൊണ്ട് ഹിജറ എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഹിജറ വർഷത്തിൽ ഹിജറയെ ആസ്പദമാക്കിക്കൊണ്ട് കലണ്ടറിന് സ്ഥാപിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിലേക്ക് വലിയ പ്രത്യേകതയുണ്ട്.
ആ ജനനത്തെ ആസ്പദമാക്കിയിട്ടല്ല കൽബ് സ്ഥാപിക്കപ്പെട്ടത്. അതെന്ന് റസൂലുള്ളാഹിന്റെ വഫാത്തിനെ അനുബന്ധമായിട്ടുമല്ല, മറിച്ച് ഹിജ്റ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കുമ്പോൾ അതിനൊരു വലിയ പ്രത്യേകത ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഹിജ്റയെ തെരഞ്ഞെടുത്തത്. ഹിജ്റ കൽബ് സ്ഥാപിക്കപ്പെടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് എന്നൊക്കെ മുമ്പ് നമ്മൾ പ്രതിപാദിച്ചതാണ്. അതിൽ തന്നെ മുഹറം മാസം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ജാഹിലിയ കാലഘട്ടത്തിലും മുൻകാലഘട്ടത്തിലും പിൽക്കാലഘട്ടത്തിലും ഒക്കെ ഒരുപോലെ ആദരിക്കപ്പെടുന്ന എല്ലാവരും പവിത്രമായി കാണുന്ന മാസമാണ് മുഹറം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മുഹറമിനെ തെരഞ്ഞെടുത്തു എന്ന് ഒറ്റവാക്കിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. എന്നാൽ എന്താണ് ഹിജ്റ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ 12 വർഷത്തോളം രഹസ്യമായി പ്രബോധനം ചെയ്തു. എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ എല്ലാ പ്രയാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുന്ന് പ്രബോധന പ്രവർത്തനത്തിൽ മുഴുകി. ഒരുപാട് പ്രയാസങ്ങൾ റസൂലുള്ളാഹിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നതിനിടയിലാണ്, ആ ശത്രുക്കളുടെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്നതിനിടയിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോവാനുള്ളതായ ഒരു അവസരം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഓർഡർ വരുന്നത്. അള്ളാഹുവിന്റെ ഓർഡർ വന്നു. ആ ഹിജ്റ എന്ന് പറയുന്നതിന് ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തെ പറയുന്നത്. ആ ഹിജ്റയിൽ ഉണ്ടായ ചില സംഭവങ്ങൾ ആണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്കുള്ള അവസരം, അതെങ്കിൽ സ്വന്തം നാട് വിട്ടുകൊണ്ട്, വീട് വിട്ടുകൊണ്ട്, കുടുംബത്തെ വിട്ടുകൊണ്ട് നിങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യണമെന്ന് പറയുമ്പോൾ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ തന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരിയായ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിവരം പറയുകയാണ്. സിദ്ദീഖേ, അല്ലാഹുവിനുള്ള കൽപ്പന വന്നിട്ടുണ്ട്. മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓ ഹബീബായ നബിയേ, അസ്സുഹബത ബിസ്വഹാബത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടുകൂടെ ഈയുള്ള സിദ്ദീഖും സഹവസിക്കട്ടെയോ, കൂടെ പോരട്ടെയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നഅം യാ സിദ്ദീഖ്, സിദ്ദീഖേ, അതേ, നീയും കൂടെ പോന്നോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മദീനയിലേക്ക് പലായനം ചെയ്യുവാനുള്ള ആ സമ്മതം, റസൂലുള്ളാഹിന്റെ കൂടെ കൂടാനുള്ള സമ്മതം കിട്ടിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് അതാ കരയുകയാണ്. സന്തോഷത്തിന്റെ കരച്ചിലാണ്, പ്രയാസത്തിന്റെ കരച്ചിലല്ല, സന്തോഷത്തിന്റെ കരച്ചിലാണ് കരയുന്നത്. ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ കരച്ചിലിനെ കുറിച്ച് ആയിഷ ബീവി പറയുന്നത് ഇങ്ങനെയാണ്: മാ റഅയ്തു അഹദൻ യബ്കി ബിഫറഹി കമാ ബകാ അബീ. സുബ്ഹാനല്ലാഹ്, സന്തോഷം കൊണ്ട് ഒരു മനുഷ്യൻ ഇത്രമാത്രം കരയുന്നത് എന്റെ ബാപ്പ കരയുന്നത് പോലെയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മദീനയിലേക്ക് പോകുവാനുള്ള സമ്മതം കിട്ടിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? ഊട്ടിയിലേക്ക് പോകുകയാണ്, പോരാൻ സമ്മതം തരുമോ ബാപ്പ? നിങ്ങളോട് കൂടെ ഞാനുമുണ്ട് എന്ന് മകൻ പറയുമ്പോ ബാപ്പ സമ്മതം കൊടുക്കുന്നു, നീ എന്റെ കൂടെ പോന്നോ. ആ മകനുണ്ടാകുന്ന വലിയ സന്തോഷമുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയല്ലേ, അത് സന്തോഷത്തിന്റെ യാത്രയാണ്. അതുപോലെ എന്തെല്ലാം നാടുകളും രാജ്യങ്ങളും കാണുവാനുള്ള സന്തോഷത്തിന്റെ യാത്രയാണെങ്കിൽ അതെ, അതിൽ സന്തോഷം കൊണ്ട് കരയുന്നതിനർത്ഥമുണ്ട്. പക്ഷേ ശത്രുക്കളുടെ ശക്തമായ പ്രയാസപ്പെടുത്തലിന്റെ ഒടുവിൽ സ്വന്തം നാടും വീടും സമ്പത്തും സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്, ഒരിക്കലും സന്തോഷത്തിന്റെ യാത്രയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല
റസൂലുള്ളാഹിനോട് കൂടെ സഞ്ചരിക്കാനുള്ള, റസൂലുള്ളാഹിനോട് സഹവസിക്കാനുള്ള, അതേ എന്റെ എല്ലാ വിജയത്തിന്റെയും നിദാനമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ്, എന്നെ സന്മാർഗത്തിലേക്ക് ആക്കിയ ആളാണ് റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച, റസൂലുള്ളാഹിനെ അംഗീകരിച്ച ആദ്യമായി കൊണ്ട് എന്നെ കൊണ്ട് വിശ്വസിച്ചവരിൽ ആദ്യത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ സ്നേഹം എത്രയാണ് ഞാൻ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും കേട്ടോ. സിദ്ദീഖ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിനോട് കൂടെ പോരാനുള്ള സന്തോഷത്തിന്റെ കരച്ചിലിനെ കുറിച്ചാണ് ആയിഷ ബീവി പറയുന്നത്. അങ്ങനെ രണ്ടുപേരും ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്, പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ശത്രുക്കൾ, അബൂജഹലിന്റെ നേതൃത്വത്തിൽ അതേ ശത്രുക്കൾ റസൂലുള്ളാഹിനെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതേ എല്ലാ ശത്രുക്കളുടെ തറവാടിൽ നിന്നും ഉന്നതമായ തറവാട്ടുകാരാണവർ. എല്ലാ തറവാട്ടുകാരിൽ നിന്നും ഏറ്റവും ശക്തരായ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് ഒരു തറവാട്ടുകാരനാണ് കൊന്നത് എന്ന് റസൂലുള്ളാഹിനെ വധിച്ചത് എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും കൂടെ വധിച്ചു എന്ന് പറയണം. അതിനു വേണ്ടിക്കൊണ്ട് എല്ലാ തറവാട്ടിൽ നിന്നും ശക്തനായ ആളുകളെ തെരഞ്ഞെടുത്തിട്ട് അതേ അർദ്ധരാത്രി റസൂലുള്ളാഹിന്റെ വീട് വളയുകയാണ്. റസൂലുള്ള ശത്രുക്കൾ വീട് വളഞ്ഞു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്താണല്ലോ ഇത് നടക്കുന്നത്. പക്ഷേ ഉറങ്ങുകയാണെങ്കിലും അന്നത്തെ 6-ാം നൂറ്റാണ്ടിലുള്ളതായ ആ ശത്രുക്കൾ ജാഹിലിയ്യ കാലഘട്ടമെന്ന് എല്ലാവിധത്തിലുള്ള അനാവശ്യങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങളുമുള്ള ആ കാലഘട്ടത്തിലെ ആളുകൾക്കും ചില മാന്യതയുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവിടെ മാന്യത എന്തായിരുന്നു അറിയുമോ? ആ മാന്യത പോലും ഇന്ന് നമുക്കില്ലാതെയായി പോയിട്ടുണ്ട്, നമ്മുടെ നാട്ടിലില്ലാതെയായി പോയിട്ടുണ്ട്. അതെന്താണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ കടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് കുത്തിപ്പൊളിച്ചിട്ട് അകത്തേക്ക് കടന്നുകൊണ്ട് വകവരുത്താൻ നല്ല ശക്തരായ യുവാക്കളാണ് റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരാളെ വീട്ടിൽ കയറിയിട്ട് ആക്രമിച്ചിട്ട് കൊലപ്പെടുത്തുക എന്നത് അതൊരു മാന്യതയ്ക്ക് ചേർന്നതല്ല. ഒരു മനുഷ്യത്വത്തിന് കൊല്ലുക എന്ന് തന്നെ മനുഷ്യത്വത്തിന് ചേർന്നതല്ല. പക്ഷെ കൊല്ലുകയാണെങ്കിലും യുദ്ധം ചെയ്യുകയാണെങ്കിലും അതിനും ഒരു മാന്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി അങ്ങനെ ആക്രമിക്കുക എന്നത് അതൊരു മാന്യതയല്ല. അവർ മാന്യന്മാരാണ് എന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതെ എല്ലാവരും ഒപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്തണമെന്ന തീരുമാനമാണ് അവർക്ക് മുമ്പിലുള്ളത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ വെടുപ്പാടുകൾ എത്തി നോക്കുന്ന സമയത്ത് റസൂലുള്ള പുതപ്പിനുള്ളിൽ ഉറങ്ങുന്നത് കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി ശത്രുക്കൾ വീട് വളഞ്ഞിട്ടുണ്ട് എന്ന്. അലി റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. അലി ഇബ്നു അബീ താലിബിനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ അതേ ശത്രുക്കൾ എന്നെ വീട് വളഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ കൊല്ലുവാൻ വേണ്ടി വീട് വളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോനെ അലിയെ ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് നീ എന്റെ വിരിപ്പിൽ കിടന്നുറങ്ങിക്കോ, എന്റെ പുതപ്പ് വരിച്ചിട്ട് എന്റെ പുതപ്പ് പുതച്ചിട്ട് നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു കിടത്താൻ പോവുകയാണ്, വിവരം അറിയിക്കുകയാണ്. അങ്ങനെ വിവരം അറിയിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങിയിട്ട് അലി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് റസൂലുള്ളാഹിയാണ് എന്ന് തിരികെയിട്ട് അലി റളിയല്ലാഹു അൻഹു വകവരുത്താനും സാധ്യതയുണ്ട്. പക്ഷേ തന്റെ ജീവൻ അപകടപ്പെടുമെന്ന് കരുതിയിട്ടും അലി റളിയല്ലാഹു അൻഹു പ്രശ്നമില്ല. അലി റളിയല്ലാഹു അൻഹു ഫിദാക അബീ വ ഉമ്മീ എന്നല്ലേ സഹാബത്തിന്റെ തത്വം. ഞങ്ങളുടെ മാതാവും ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ സർവസ്വവും അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്ന നബിയെ എന്ന് പറഞ്ഞ സ്വഹാബത്താണ് മുഴുവൻ സ്വഹാബത്തും. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു. റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ കിടക്കുന്നു. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ
فأغشيناهم فهم لا يبصرون. യാസീൻ സൂറത്തിന്റെ ആദ്യ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉരുവിട്ടിട്ട് ഒരു പിടി മണൽ വാരിയിട്ട് അതിൽ മന്ത്രിച്ചിട്ട് ആ ശത്രുക്കളുടെ തലയിലേക്ക് അതാ ഇടുന്നു. വാതിൽ തുറന്ന് ശത്രുക്കളുടെ തലയിലേക്ക് ഇടുന്നു. തലയിലേക്ക് ഇട്ടപ്പോൾ എല്ലാ ശത്രുക്കളും അങ്ങ് മയങ്ങിപ്പോയി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ മണൽ വാരിയിട്ട് ശത്രുക്കളുടെ തലയിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കണ്ണിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ടില്ല. അതല്ലെങ്കിൽ അവരെ എറിഞ്ഞപ്പോൾ അവർക്ക് കൊലപാതകം സംഭവിച്ചിട്ടില്ല. റസൂലുള്ളാഹിക്ക് അതിന് കഴിയൂലേ? റസൂലുള്ളാഹിക്ക് കഴിയുമല്ലോ. അല്ലാഹു തആലയോട് പറഞ്ഞാൽ കഴിയാത്തതുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം എത്രയാണ്! ശത്രുക്കളോട് പോലും വലിയ കാരുണ്യമാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹു അങ്ങേക്ക് നൽകിയ ആ വലിയ റഹ്മത്തുണ്ടല്ലോ, ആ വലിയ റഹ്മത്ത് കാരുണ്യത്തിൽ നിന്ന് അങ്ങ് അതേ തന്റെ പ്രജകളോട് അതേ മയം ചെയ്യുന്നു, കൃപ ചെയ്യുന്നു. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക. നിങ്ങൾ പരിപരിപ്പ സ്വഭാവമുള്ള ആളാണെങ്കിൽ, നിങ്ങൾ ജനങ്ങളോട് വിദ്വേഷം കാണിക്കുന്ന ആളാണെങ്കിൽ, സ്വഭാവ ദൂഷ്യം കാണിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാകൂല, നിങ്ങളെ കൂടെ കൂടാൻ ആരും ഉണ്ടാകൂല. അതുകൊണ്ട് നബിയേ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വലിയ കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യത്തിൽ നിന്ന് അങ്ങ് ജനങ്ങളോട് മാർദ്ദവമായ രീതിയിൽ പെരുമാറുന്നത് കൊണ്ടാണ് അങ്ങയുടെ മുമ്പിൽ ആളുള്ളത്, അങ്ങേക്കാളുള്ളത്. അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങേ വിട്ടുപോകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുക, നിങ്ങൾ അവർക്ക് പൊറുക്കലിനെ തൊടുക. ഇതല്ലേ റസൂലുള്ളാഹിയോട് പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ മറ്റൊരു ആയത്തിലും പറഞ്ഞിട്ടുണ്ട്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ അങ്ങ് വലിയ ഉത്തമമായ സ്വഭാവത്തിന്റെ മീതയാണ്. അറബി വ്യാകരണം അനുസരിച്ച് അല എന്ന് പറഞ്ഞാൽ ഇസ്തിലായി, അത് ഉന്നതമായ അർത്ഥത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് അതേ വ്യാഖ്യാതാക്കൾ, അറബി വ്യാകരണ നഹ്വി വ്യാകരണ വ്യാഖ്യാതാക്കൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സ്വഭാവത്തിന്റെ ആളാണ് എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് നല്ല സ്വഭാവത്തിന്റെയും മീതയാണ്. നല്ല സ്വഭാവം ആർക്കുണ്ടോ അതിന്റെ ഒക്കെ മീതയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് എന്റെ ഉസ്താദുമാർ എന്നെ പഠിപ്പിച്ചത്. ഓ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരുണ്യം, ശത്രുക്കൾ തന്നെ കൊല്ലാൻ വേണ്ടിക്കൊണ്ട് ഊരിപ്പിടിച്ച ആളുമായി നിൽക്കുമ്പോഴും അവരുടെ അടുക്കലേക്ക്, അവരുടെ തലയിലേക്ക്, കണ്ണിലേക്ക് പോലുമല്ല, കണ്ണിലേക്ക് ഞാൻ കണ്ണി ചിലപ്പോൾ അബദ്ധം പറ്റി പോകും, കേടുപാട് സംഭവിച്ചു പോകും. എന്നാൽ ആ മണൽത്തരികൾ എടുത്തുകൊണ്ട് തലയിലേക്ക് വാരിയിടുന്നു. വാരിയിടുമ്പോൾ എല്ലാ ശത്രുക്കളുടെ തലയിലേക്കും ആ മണൽത്തരികൾ എത്തുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയെ തങ്ങൾ എറിഞ്ഞപ്പോ തങ്ങളല്ല എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, അല്ലാഹുവാണ് എറിഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബിയെ തങ്ങൾ എറിഞ്ഞപ്പോൾ തങ്ങളല്ല എറിഞ്ഞത് എന്ന് പറഞ്ഞത് വൈരുദ്ധ്യമല്ലേ എന്ന് ചിന്തിക്കേണ്ടതില്ല. ഖുർആൻ വൈരുദ്ധ്യം പറയുന്ന കിതാബല്ല, മറിച്ച് ആ പറഞ്ഞതിന്റെ ആശയം എന്താണ്? വമാ റമൈത, തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത, തങ്ങൾ എറിഞ്ഞ സമയത്ത്, വലാകിന്നല്ലാഹ റമാ, പക്ഷേ അല്ലാഹുവാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞാൽ അങ്ങ് തന്റെ കൈ കൊണ്ട് അതേ അവിടെ എറിയൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഏറി യഥാർത്ഥത്തിൽ ആ ശത്രുക്കളുടെ മുഴുവൻ തലകളിലേക്കും സംഭവിച്ചത് ഇലാഹിയായ അല്ലാഹുവിൻ്റെതായ പ്രത്യേകമായ ഖുദ്റത്ത് കൊണ്ടാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം കൊണ്ടാണ്. നമ്മൾ
എന്ത് കാര്യം ചെയ്താലും ഇവിടെ തങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് അവലാതി പറഞ്ഞാലും എന്ത് വേദനാതി പറഞ്ഞാലും അല്ലെ ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചികിത്സ തേടിയാലും നിങ്ങൾക്ക് എന്ത് ശമനം കിട്ടിയാലും നിങ്ങൾ എവിടെയും പോകാതെ ചികിത്സ തേടാതെ നിങ്ങൾക്ക് രോഗത്തിന് ശമനം കിട്ടിയാലും എല്ലാം സുഖപ്പെടുത്തുന്നവൻ യജമാനായ അല്ലാഹു തന്നെ. അല്ലാഹുവല്ലാതെ ഒരു ശക്തിക്കും സുഖപ്പെടുത്താൻ കഴിയൂല. അല്ലാഹുവിനല്ലാതെ ഇവിടെ ഒരു കാര്യവും ചെയ്യാൻ കഴിയൂല. പക്ഷേ നമ്മൾ അതിന് നിമിത്തമാണ്. ഡോക്ടർ നിമിത്തമാണ്, തങ്ങൾ നിമിത്തമാണ്, ഉസ്താദ് നിമിത്തമാണ്, ഉപ്പ നിമിത്തമാണ്, ഉമ്മ നിമിത്തമാണ് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമുള്ളൂ. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആനും പറഞ്ഞത്. നിങ്ങൾ എറിഞ്ഞ സമയത്ത് യഥാർത്ഥത്തിൽ നിങ്ങളല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. ഇത് തന്നെയാണ് ഫാത്തിഹ സൂറത്തിൽ എല്ലാ ദിവസവും 17 തവണ നിർബന്ധമായും ഒരു മുസൽമാൻ ചൊല്ലേണ്ട ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് സഹായം തേടാവൂ. ഉസ്താദിനോട് സഹായം തേടാൻ പറ്റൂലെന്നോ, അതല്ലെങ്കിൽ പിന്നെ തങ്ങളോട് സഹായം തേടാൻ പറ്റൂലെന്നോ, ഡോക്ടറോട് സഹായം തേടാൻ പറ്റില്ലെന്നോ, ഉമ്മയോട് ബാപ്പയോട് സഹായം തേടാൻ പറ്റില്ലെന്നോ അതല്ല അതിന്റെ അർത്ഥം. മറിച്ച് യഥാർത്ഥത്തിൽ സഹായം നൽകുന്നവൻ അല്ലാഹുവാണ് എന്നാണ് നമ്മൾ അവിടെ സ്ഥാപിക്കുന്നത്, എന്നാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. പറഞ്ഞു വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ശത്രുക്കളെ തലയിലേക്കാണ് എറിഞ്ഞത്. എറിഞ്ഞപ്പോൾ ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. അവർ സുഖനിദ്രയിലേക്ക് പോവുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും മനപ്പാഠമുള്ള സൂറത്തുൽ ഫീൽ അറിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിച്ച പരിശുദ്ധ ഖുർആൻ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അബ്രഹത്തിന്റെ പട്ടാളം അതേ കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ ആനകളുമായി കൊണ്ടുവന്ന സമയത്ത് അതേ കഅബ പൊളിക്കാൻ വേണ്ടി വന്ന ആ പട്ടാളത്തെ എങ്ങനെയാണ് പ്രതിരോധിച്ചത്? പരിശുദ്ധ ഖുർആൻ കൃത്യമായി അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അബാബീൽ പക്ഷികളെ വിട്ടുകൊണ്ട് അവരുടെ മേൽ അല്ലാഹു തആല അയച്ചു തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. നരകത്തിൽ ചൂടാക്കപ്പെട്ട കല്ല്, ചെറിയ ചെറിയ കല്ലുകളെ കൊണ്ട് അതേ അബ്രഹത്തിന്റെ സൈന്യത്തിനെ അങ്ങ് എറിഞ്ഞപ്പോൾ ഫജഅലഹും കഅസുഫിൻ മഅകൂൽ. തിന്നപ്പെട്ട വൈക്കോലിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു പശു അല്ലെങ്കിൽ പോത്ത് വൈക്കോൽ തിന്നു കഴിഞ്ഞാൽ ആ തിന്നപ്പെട്ട വൈക്കോൽ പിന്നെ എങ്ങനെയായിരിക്കും പുറത്തു വരിക എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതേ രൂപത്തിൽ അതേ അബ്രഹത്തിന്റെ പട്ടാളമായി പോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി വന്ന ശത്രുക്കളോട് റസൂലുള്ള ചെയ്ത കാരുണ്യം കണ്ടോ, കൃപ കണ്ടോ? അവിടുന്ന് ആ ശത്രുക്കൾക്ക് യാതൊരു കുഴപ്പവും പറ്റിയില്ല. മറിച്ച് അവർക്കൊരു മയക്കം സംഭവിക്കുന്നു, സുഖനിദ്ര സംഭവിക്കുന്നു. അവർ ആ സുഖനിദ്രയിൽ ഉണരുന്നതിന് മുമ്പേ നബിതങ്ങൾ അവർക്കിടയിലൂടെ തന്നെ ധൈര്യസമേതം പുറത്തേക്ക് പോകുന്നു. അതാ പുറത്തേക്ക് പോയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് അതാ മദീനയിലേക്ക് പുറപ്പെടുന്നു. മദീനയിലേക്ക് പുറപ്പെടുന്നു. ആ ഹിജ്റയിൽ ഒരു സംഭവം എത്രയാണ്? അതേ ഇന്ന് മക്ക മദീനയ്ക്കിടയിൽ സൂപ്പർ ഹൈവേയിൽ 450 കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് നമുക്കറിയാം. ആ 450 കിലോമീറ്റർ ദൂരമുള്ള മക്ക മദീനയ്ക്കിടയിൽ ഹബീബനായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്ത റൂട്ടും മലമടക്കുകളിലൂടെയാണ്. ആ മലമടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സഞ്ചരിച്ച റൂട്ടുകൾ പലരും തേടിയിട്ട് പലരും യാത്ര ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്. പറയട്ടെ, പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് അതാ പോവുകയാണ്. അപ്പോഴാണ് ശത്രുക്കൾക്ക് നേരം പുലർന്നപ്പോഴാണ് അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു പോയി എന്ന്. അവർക്ക് സംഭവിച്ച മയക്കത്തിൽ റസൂൽ പുറത്തു പോയി അപ്പോഴാണ് അവർക്ക് അറിയുന്നത്. അവർ റസൂലുള്ളാഹിനെ തെരഞ്ഞുകൊണ്ട് 4 പാടും അതാ തെരഞ്ഞു നടക്കുകയാണ്, കാണുന്നില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള യാത്രയിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. എത്രമാത്രമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഗ്രത! ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യനായിട്ടുള്ള സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പിതാവിനെ തുല്യം സ്നേഹിക്കുന്ന, തന്റെ ഉസ്താദിനെ തുല്യം സ്നേഹിക്കുന്ന, തന്നെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ എല്ലാമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടിയുള്ള യാത്രയെക്കുറിച്ച് അതേ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യം ചില്ലറയൊന്നുമല്ല കേട്ടോ. അതേ സിദ്ദീഖ് കുറെ മുന്നിലേക്ക് നടക്കും, മുന്നിലേക്ക് നിന്ന് പിന്നിലേക്ക് തന്നെ വന്ന് പിന്നിലോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് വന്ന വഴി പിന്നോട്ട് കുറെ പിന്നെയും നടക്കും, പിന്നെയും വരും മുന്നിലേക്ക് നടക്കും, പിന്നെയും വരും പിന്നിലേക്ക് നടക്കും. ഇങ്ങനെ നടക്കുമ്പോൾ ഞമ്മക്ക് എന്താ തോന്നുന്നു, ഭ്രാന്താണോ എന്ന് തോന്നിപ്പോകും. അതേ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നു, സിദ്ദീഖേ എന്തിനാണ് കുറെ മുന്നോട്ട് നടക്കുന്നത്, പിന്നെ നമ്മൾ വന്ന വഴി പിന്നോട്ട് എന്തിനാണ് താങ്കൾ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് പറയുന്ന മറുപടി നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. പതാ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായ വഴിയല്ലോ. അതുകൊണ്ട് അങ്ങ് പോകുന്ന വഴിയിലെ പാമ്പുമുള്ള മൂർഖൻ പാമ്പ് മുതൽക്ക് എല്ലാ ബുദ്ധിമുട്ടിക്കുന്ന ജീവികളും ഉണ്ടാവാം. അതുകൊണ്ട് അത്തരത്തിലുള്ള വല്ല ബുദ്ധിമുട്ടിക്കുന്ന വസ്തുക്കളുമുണ്ടോ, ജീവികളുമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നത്. എന്നാൽ ഞാൻ പിന്നോട്ട് നടക്കുന്നത് എന്താണെന്നറിയുമോ, നമ്മൾ പോകുന്ന വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട്, നമ്മളെ തെളിഞ്ഞുകൊണ്ട് ശത്രുക്കൾ പുറകെ വശത്തുനിന്ന് വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ പുറകിലേക്കും പോകുന്നത് എന്ന് റസൂലുള്ളാഹിന്റെ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിയോട് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ വേറെ ഒരു കഥയുണ്ട്. അതെന്താണെന്നറിയുമോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിയോട് കൂടി ഹിജ്റ വരുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പയാകുന്ന അബൂ ഖുഹാഫ എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അദ്ദേഹം കണ്ണു കാണാത്തയാളാണ്, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാത്തയാളാണ്, റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്തയാളാണ്. റസൂലുള്ളാഹിനോട് കൂടെ പോയി എന്ന വിവരം അറിഞ്ഞപ്പോ സിദ്ദീഖുള്ളാഹിന്റെ മകളാകുന്ന അസ്മാ റളിയല്ലാഹു അൻഹയുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ബാപ്പ പോയപ്പോ എല്ലാ ക്യാഷും കൊണ്ടാണോ പോയത് എന്ന് ചോദിച്ചപ്പോ ബാപ്പാന്റെ മുന്നിൽ വെല്ലിപ്പയാകുന്ന അബൂ ഖുഹാഫന്റെ മുന്നിൽ അസ്മാ ബീവി പറയുന്നു, കുറച്ച് ചരക്കല്ലുകൾ എടുത്തുകൊണ്ട്, കണ്ണു കാണൂലല്ലോ, നമുക്ക് ഒരുപാട് ദിർഹമുകൾ വെച്ചിട്ടാണ് ബാപ്പ പോയത്, നമുക്ക് സുഖമായി ജീവിക്കാനുള്ള സമ്പത്ത് ഇവിടെയുണ്ട് എന്ന് അതാ അബൂ ഖുഹാഫയോട് പറയുകയാണ്. അങ്ങനെ അബൂ ഖുഹാഫ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് റളിയല്ലാഹു തആല അൻഹു. പറഞ്ഞു വരുന്ന അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് അതേ ഒരുങ്ങി പുറപ്പെട്ട റസൂലുള്ളാഹിക്കും തന്റെ പ്രിയപ്പെട്ട ഉപ്പാക്കും ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം ഒരു പാത്രത്തിലാക്കിയിട്ട് അതേ ആ പാത്രം പിടിച്ചു കെട്ടാൻ വേണ്ടി നോക്കുമ്പോ കയറില്ല. ആ സമയത്ത് തന്റെ മേൽമുണ്ട് അതാ മുറിച്ചെടുത്തിട്ട് ആ മുണ്ട് കൊണ്ട് കെട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് അസ്മാ ബീവി അവർക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് അസ്മാ ബീവി റളിയല്ലാഹു അൻഹു കുറച്ചങ്ങോട്ട് നടന്നിട്ട് അതേ പിന്നിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് നടന്ന കാൽപ്പാടുണ്ടല്ലോ അതെല്ലാം മായ്ച്ചു കളയാണ്, കൈകൊണ്ട് മായ്ച്ചു കളയാണ്. കാരണം റസൂലുള്ളാഹിയും ബാപ്പാനെയും തേടിയിട്ട് ശത്രുക്കൾ പുറകിൽ വരുമ്പോൾ ഈ കാൽപാദം കണ്ടാൽ ഇതിലൂടെ തങ്ങൾ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൽ പിന്തുടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നടന്ന കാൽപാദം പോലും പിന്നിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് കുറച്ച് നടക്കും, നടന്നിട്ട് പിന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് ആ കാൽപാദമൊക്കെ മായ്ച്ചു കളയും, പിന്നെയും നടക്കും, പിന്നെയും മായ്ക്കും. അങ്ങനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് വരെ അങ്ങനെ ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭക്ഷണത്തിന്റെ പാത്രമതാ തന്റെ മേൽമുണ്ട് കൊണ്ട് കീറിയ നിലയിൽ കെട്ടിയത് കണ്ടപ്പോ അവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, മോളെ നീ ഇരട്ടപ്പട്ടക്കാരിയാണ് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ ബീവിയെ പ്രകീർത്തിച്ചുകൊണ്ട് അന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അങ്ങനെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയും ആ ഹിജ്റയുടെ യാത്രയിൽ സേവനം ചെയ്യാൻ അവസരം കിട്ടിയ വലിയ മഹദിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ യാത്ര തുടരുകയാണ്. അതേ മദീനയിലേക്കുള്ള പാലായനം തുടരുകയാണ്. തുടരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്ലോവായി കൊണ്ടാണ് നടക്കുന്നത്. നടക്കാൻ തീരത്തിന് സാധിക്കുന്നില്ല.
പതുക്കെ പതുക്കെ നടക്കുന്ന റസൂലുള്ളാഹിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്താണ് ഇങ്ങനെ പതുക്കെ നടക്കുന്നത്? വേഗം നടക്കേണ്ട സമയമല്ലേ? ശത്രുക്കൾ തിരിഞ്ഞുകൊണ്ട് പിന്നാലെ വരാൻ സാധ്യതയുണ്ടല്ലോ. വേഗം നടക്കേണ്ട സമയമല്ലേ? എന്തുകൊണ്ടാണ് പതുക്കെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന വാചകം നമ്മെ എത്രമാത്രം ബേജാറാക്കേണ്ടതാണ്, എത്രമാത്രം ചിന്തിപ്പിക്കേണ്ടതാണ്. റസൂലുള്ളാഹി പറയുന്നു, സിദ്ദീഖേ, എന്റെ ചെരുപ്പ് പൊട്ടിയിട്ട് അതേ എന്റെ കാല് നിലത്ത് തട്ടിയിട്ട് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരുപ്പ് പൊട്ടിയ ചെരുപ്പാണ് ഉള്ളത്. ആ ചെരുപ്പിലൂടെയാണ് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടത്. റസൂലുള്ളാഹിക്ക് നടക്കാൻ കഴിയുന്നില്ല. കേട്ടപാട് സിദ്ദീഖ് റളിയല്ലാഹു തആല എല്ലാം ഏറ്റെടുത്ത, എല്ലാം സമർപ്പിച്ച അതേ റസൂലുള്ളാഹിനോട് തന്നെ പറഞ്ഞിട്ടില്ലേ, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു തആല, ഒരു മാതാവ് തങ്ങൾ പിതാവ് എങ്ങനെയാണ് കുട്ടിയെ വാരിയെടുക്കുന്നത് എന്നതുപോലെ അതാ റസൂലുള്ളാഹിനെ തോളിലിടുകയാണ്. റസൂലുള്ളാഹിനെ തോളിലിട്ടുകൊണ്ട് അതാ മലമുകളിലേക്ക് കയറുകയാണ്. മലമടക്കുകൾ കയറിക്കൊണ്ട് നടക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമർപ്പണം എത്രയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കണം. വെറുതെയല്ല ഹിജ്റ എന്ന് പറയുന്ന സംഭവം, അത് വളരെ ചരിത്രമുറങ്ങുന്ന സംഭവമാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവങ്ങളും ആ ഹിജ്റയുടെ യാത്രക്കിടയിൽ ഒട്ടനവധി പറയാനുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചുമന്നുകൊണ്ട് അതാ കയറുകയാണ്. കുറെ അങ്ങ് കയറിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് പറയുന്നു, നബിയേ, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട് നബിയേ, എനിക്ക് വെള്ളം വേണം. അവിടെ കയ്യിൽ വെള്ളമില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, എന്നാ നീ കുറച്ചങ്ങോട്ട് ഒരു മേലോട്ട് കയറി പോവുകയാണല്ലോ, കുറച്ച് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി പോയി നോക്ക്, നീ വെള്ളമുണ്ടോ എന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഇറങ്ങി പോകുന്നു. കുറച്ചിറങ്ങി ചെന്നപ്പോ അതാ ഒരു പാറയിൽ നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. തെളിഞ്ഞ വെള്ളമാണ്, എന്തൊരു ശുദ്ധമായ വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് അതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് കുടിക്കുന്നു, ദാഹം മാറ്റുന്നു. കുടിച്ചു തിരിച്ചു വരുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല കണ്ടപ്പോൾ സിദ്ദീഖിന്റെ മുഖത്ത് സന്തോഷമുണ്ട്. വെള്ളം കിട്ടിയിട്ടുണ്ട്, ദാഹം മാറിയിട്ടുണ്ട്. സന്തോഷത്തോടെ തിരിച്ചു വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുന്നു, അലാ ഉബശ്ശിറുക യാ സിദ്ദീഖ്, സിദ്ദീഖേ, നിനക്കൊരു സന്തോഷം പറഞ്ഞു തരട്ടെയോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എല്ലാം സന്തോഷം തന്നെ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു ദുഃഖവുമില്ല. എത്രയോ പ്രയാസപ്പെട്ടാണ് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ പ്രയാസമുണ്ട്. പിന്നീട് റസൂലുള്ളാഹിനെ ഏറ്റിയിട്ട് റസൂലുള്ളാഹിനെയും ചുമന്നിട്ടാണ് ആ മലമടക്കുകൾ കയറുന്നത്. അപ്പോഴും അവിടുന്ന് പറയുന്നത്, സിദ്ദീഖ് പറയുന്നത്, നബിയെ, എല്ലാം സന്തോഷം തന്നെയാണ്, എനിക്കൊരു പ്രയാസവുമില്ലല്ലോ. എന്താണ് പുതിയ വിശേഷം, എന്താണ് പുതിയ സന്തോഷം എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറയുന്ന മറുപടി കേട്ട് നോക്ക്, സിദ്ദീഖേ, നീ കുടിച്ച ആ പാറയെടുപ്പിൽ നീ കുടിച്ച വെള്ളമുണ്ടല്ലോ, അത് സ്വർഗത്തിന്റെ അരുവിയിൽ നിന്നുള്ള വെള്ളമാകുന്നു നീ ആ കുടിച്ചത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. കണ്ടോ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹിജ്റ യാത്രയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
വെള്ളത്തിന് ദാഹിച്ചപ്പോൾ സ്വർഗത്തിന്റെ അരുവിയിൽ നിന്ന് വെള്ളം അല്ലാഹു തആല ആ മലമടക്കിലെത്തിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു കുടിക്കുന്നു. കുടിച്ചിട്ട് അങ്ങനെ അതാ പിന്നെയും റസൂലുള്ളാഹിനെ എടുത്തുകൊണ്ട് പിന്നെയും ആ മലമടക്കുകൾ കയറുകയാണ്. അങ്ങനെ കയറിയതാ സൗർ പർവ്വതത്തിന്റെ അടുത്തേക്കും സൗർ ഗുഹയുടെ അടുത്തേക്ക് എത്തുകയാണ്. അതേപോലെ സൗർ ഗുഹ കയറിയ ആളുകൾ ഉണ്ടാകും, സൗർ പർവ്വതം കയറിയ ആളുകൾ ഉണ്ടാകും. എത്രമാത്രം പ്രയാസമുണ്ട് ആ മലമുകളിലേക്ക് കയറാൻ. ആ കയറാൻ പ്രയാസമുള്ള ആ മലമുകളിലേക്കാണ് റസൂലുള്ളാഹിനെ എടുത്തിട്ട് സിദ്ദീഖ് കയറുന്നത്. സൗർ ഗുഹയുടെ ആ മുഖത്തെത്തിയപ്പോൾ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സിദ്ദീഖ് ഇറക്കി വെക്കുന്നു. ഇറക്കി വെച്ചിട്ട് അതാ സിദ്ദീഖ് പറയുന്നു, നബിയേ ഞാൻ ആ സൗർ ഗുഹയിൽ ഒന്ന് കയറി നോക്കട്ടെ, അങ്ങൊരിക്കലും കയറണ്ട, ഞാൻ കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കട്ടെ, നോക്കിയിട്ട് ക്ലിയർ വരുത്തിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങ് കയറിയാൽ മതി. എന്താണ് കാരണം? എനിക്കെന്ത് പറ്റിയാലും പ്രശ്നമില്ല, എന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും പറ്റിക്കൂടാ എന്ന നിശ്ചയ ബോധ്യമുള്ള ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ സൗർ ഗുഹയിലേക്ക് കയറുകയാണ്. കയറുന്നു. അതിനെ കുറിച്ച് ഇമാം ബൂസൂരി ഇമാം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ബുർദയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത്, വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തർഫിൻ മിനൽ കുഫാരി ഇൻദ അമീ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഫസ്സുദുഖ ഫിൽ ഗാരി വസ്ദിഖ ലം യരിമാ وهم يقولون ما بالغار من أرمي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي مولاي صل وسلم دائما أبدا على حبيبك خير കയറി നോക്കുമ്പോൾ ഒരുപാട് മാളങ്ങളുണ്ട്, അതിനുള്ളിൽ ഒരുപാട് പൊത്തുകളുണ്ട്, വലിയ വലിയ സർപ്പങ്ങൾ തന്നെ അതേ കയറി വിരാജിക്കാനുള്ള കേന്ദ്രമാകുന്ന ഒരു വലിയ ഗുഹയാണെന്ന് മനസ്സിലാകും വിധത്തിൽ വലിയ വലിയ സർപ്പത്തിന്റെ ഗുഹകൾ അതിലുണ്ട്. അതെല്ലാം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് മുറിച്ചെടുത്തിട്ട് എല്ലാ ഗുഹകളും എല്ലാ മാളങ്ങളും മടക്കുന്നു. എല്ലാ മാളങ്ങളും അടച്ച ശേഷം റസൂലുള്ളാഹിനെ വിളിക്കുന്നു. നോക്കുമ്പോൾ ഒരു മാളം മാത്രം അടക്കാൻ തുണി തികയാതെയായി പോയപ്പോ തന്റെ കാല് ആ മാളത്തിലേക്ക് അമർത്തി വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹചാരിയാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിപ്പോയി. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അതാ പാമ്പ് കടിക്കുകയാണ്, പാമ്പ് കൊത്തുകയാണ്. പാമ്പ് കൊത്തുമ്പോഴും സിദ്ദീഖിന് അറിയാം എന്നെ അതേ വിഷജന്തു കടിക്കുന്നുണ്ട്, പാമ്പ് കടിക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട്. പക്ഷേ കാലനക്കിയില്ല, കാലെടുത്തില്ല. കടിച്ചു പിടിച്ച വിഷമം, അത് പ്രയാസകരമായ ആ വേദന സഹിച്ചു പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. കാലിന്റെ മടിയിൽ കിടക്കുന്നത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ ഒരിക്കലും വിഷമിപ്പിച്ചുകൂടാ, അവരെ ഉണർത്തിക്കൂടാ, അവരെ പ്രയാസപ്പെടുത്തിക്കൂടാ. എത്രമാത്രമുള്ള ഒരു ബോധ്യതയാണത്. ആ പ്രയാസം ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക്
സമയത്ത് അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്നൊഴുകിയ ആ കണ്ണുനീരിന്റെ ഒരു അല്പം റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് വീണപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പെട്ടെന്ന് നെട്ടി ഉണർന്നു. എന്താണ് സിദ്ദീഖിനെ സംഭവിച്ചത്? സിദ്ദീഖ് കരയുന്നതായ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. ആ സമയത്ത് പറഞ്ഞു, നബിയെ, എന്റെ കാലിൽ എന്തോ കടിച്ചിട്ടുണ്ട്, വേദന സഹിക്കാൻ വയ്യ നബിയെ എന്ന് പറഞ്ഞപ്പോ കാലെടുക്കാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ശരഫാക്കപ്പെട്ട വായങ്ങൾ കുപ്പിനീര് തന്റെ കാലിലെങ്ങ് പുരട്ടി കൊടുത്തപ്പോ അവിടെ വിഷമിറങ്ങുകയാണ്. പിന്നെ വേദനയില്ല. ആ ഗുഹയിൽ തന്നെ നിൽക്കുന്നു. കുറച്ചു ദിവസങ്ങൾ, 3 ദിവസം എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ദിവസം തന്നെ അവിടെ നിന്നു ശത്രുക്കളുടെ തെരച്ചിലും ആവാസങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗുഹയിൽ ഇറങ്ങാമെന്ന നിലക്ക് അവർ ഗുഹയിൽ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് ഗുഹാമുഖത്ത് പോലും ശത്രുക്കൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. എന്താണ് കാരണമെന്നറിയുമോ? ആ ഗുഹന്റെ പുറത്ത് അതാ മാടപ്രാവ് മുട്ടയിട്ട് നോക്കുന്നുണ്ട്. അതേ അങ്കബോത്ത് ചിലന്തി വല കെട്ടിയിട്ടുണ്ട്. അതാണ് മുസൂരി ഇമാം പറഞ്ഞത്, റസൂലുള്ളാഹിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാടപ്രാവുണ്ട്, ചിലന്തയുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിക്ക് കാവൽക്കാരായി നിൽക്കുകയാണ് അവർ. ശത്രുക്കൾ ആ ഗുഹാമുഖത്തിന് മുമ്പിൽ പോയിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ശത്രുക്കളുടെ കാലുകൾ തങ്ങളും സിദ്ദീഖും കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെങ്ങാനും ഒന്ന് താഴേക്കൊന്ന് ചാഞ്ഞു നോക്കിയാൽ, ഒന്ന് കൂന്നുകൊണ്ട് ആ മാളത്തിൽ ആ ഗുഹയിൽ ആരെങ്കിലും ഒന്നുണ്ടോ എന്ന് നോക്കിയാൽ സിദ്ദീഖ് കാണും, റസൂലുള്ളാഹിനെ കാണും. പക്ഷെ അവർ നോക്കിയില്ല. എന്തിനാണ് നോക്കുന്നത്? ഇതിൽ നിന്നും ആളുകൾ വന്ന് താമസിക്കുകയും ചിലന്തികൾ അവിടെ ഉണ്ടാകുമോ എന്നാണ് അവർ ചിന്തിച്ചത്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർ പോയി. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പറയട്ടെ, ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുള്ളാഹിയും ആ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും അതാ മദീനയിലേക്ക് നടക്കുന്നു. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറയുന്നു, സിദ്ദീഖേ, എനിക്ക് ദാഹിക്കുന്നുണ്ട് സിദ്ദീഖ്. നേരത്തെ സിദ്ദീഖുള്ളാഹിയാണ് ദാഹിച്ചത്. അപ്പൊ സിദ്ദീഖുള്ളാഹി ആ മലന്റെ സ്റ്റെപ്പിലേക്ക് അല്പാറങ്ങി നോക്കൂ, അവിടെ വെള്ളമുണ്ടാകും എന്ന് പറഞ്ഞപ്പോ വെള്ളം കിട്ടിയ സ്വർഗത്തിന്റെ വെള്ളമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇവിടെ യുക്തിവാദി കഥ കേട്ടാൽ, ഈ ചരിത്രം കേട്ടാൽ അവൻ പരിഹസിക്കും, കളിയാക്കും. നേരത്തെ സിദ്ദീഖുള്ളാഹി ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു വിധങ്ങൾ സ്വർഗത്തിലെ വെള്ളമാ കൊടുത്തുന്നാ പറഞ്ഞത്. എന്നാൽ ഇപ്പൊ സിദ്ദീഖുള്ളാഹി അങ്ങോട്ട് അവലാതിപ്പെടുകയാണ്. എന്തേ സിദ്ദീഖേ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണമല്ലോ. ഇതെന്തൊരു വിരോധാഭാസമാണ് എന്ന് ചിന്തിക്കും. പക്ഷേ ഇതൊരു വിരോധാഭാസവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾക്കും അവന്റെ വിശുദ്ധമായ ഇസ്ലാമിലേക്കും ഒരുപാട് തത്വങ്ങളും ഹിക്മത്തുകളും ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾ വീട് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനോട് മദീനയിലേക്ക് പോകാൻ ഓർഡർ കൊടുത്തപ്പോ ഇസ്രാ മിഅ്റാജ് നിമിഷങ്ങളെ കൊണ്ട് അത്തിലുണ്ടായ ബുറാഖ് എന്ന വാഹനപ്പുറത്ത് റസൂലുള്ളാഹിനെ 7 ആകാശത്തിന് അപ്പുറം കൊണ്ടുപോയ അല്ലാഹു തആലക്ക് എന്തുകൊണ്ട് മദീനയിലേക്ക് 450 കിലോമീറ്റർ സൂപ്പർ ഹൈവേ ഉള്ളുവെങ്കിൽ അതിനെ എളുപ്പമുള്ള മലയിടുക്ക് വഴിയിലൂടെ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സുരക്ഷിതമായി ഇത്തരത്തിലുള്ള പ്രയാസമൊന്നുമില്ലാതെ സിദ്ദീഖ് ഏറ്റിത്തളരാതെ എങ്ങനെ റസൂലുള്ളാഹിനെ കൊണ്ടുപോകാൻ അല്ലാഹുക്ക് കഴിയൂലേ? പിന്നെ എന്തിനാണ് ഹിജ്റ ഉണ്ടാക്കിയത്? അതെല്ലാം ഇസ്ലാമിൽ ഒരു തത്വമുണ്ട്. അതാണ് ഇസ്ലാമിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും. നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും ചിന്ത കൊണ്ടോ മനസ്സിലാകുന്നതല്ല. യുക്തിവാദികൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഒതുണ്ടാക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒതു മുറിയുന്ന സമയത്ത് ഒതു മുറിയുന്ന സ്ഥലം എവിടെയാണ്? ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയാണ്? ഒരു യുക്തിവാദിക്ക് ചോദിക്കാലോ, നിങ്ങളുടെ ഒതു മുറിഞ്ഞത് എങ്ങനെയാണ്? അത് ഇന്ന കാരണം കൊണ്ടാണ് ഒതു മുറിഞ്ഞത്. പിന്നെന്താ നിങ്ങൾ മുഖവും കൈയും കഴിയാതെ അവിടെയല്ലേ കഴുകേണ്ടത് എന്ന് ഒരു യുക്തിവാദി ചോദിച്ചാൽ, ഇസ്ലാമിക നിയമങ്ങൾക്കും ഹുക്മകൾക്കും അതിനെല്ലാം പ്രത്യേകമായ കടമകളും കടപ്പാടും അതല്ലെങ്കിൽ ഹിക്മത്തുകളുമുണ്ട്. അത് അല്ലാഹു തആലക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
വെള്ളത്തിന് ബുദ്ധിമുട്ടിയ സമയത്ത് വെള്ളത്തിൽ ദാഹിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതിലും ഹിക്മത്തുണ്ട്. അല്ലെങ്കിൽ എന്തേ നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാമല്ലോ, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു യുദ്ധ സാഹചര്യത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരു പാട്ട വെള്ളമേ ഉള്ളൂ, വെള്ളമില്ല നബിയെ, ഞങ്ങൾ പൊതു ഉണ്ടാക്കാൻ വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, വെള്ളമില്ല, ആകെ തോൽപാത്രത്തിൽ ഒരിത്തിരി വെള്ളമേ ഉള്ളൂ, നൂറുകണക്കിന് വരുന്ന ഞങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാനും അംഗശുദ്ധി വരുത്താനും വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ എന്താ ചെയ്തത്? ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അതെ ആ വെള്ളത്തിൽ കൈയങ്ങോട്ട് വെച്ചു. ഇനി വേണ്ടവോളം കുടിച്ചോളൂ, അംഗശുദ്ധി വരുത്തിക്കോളൂ. റസൂലുള്ളാഹിന്റെ കൈവിരലുകൾക്കിടയിലൂടെ ഉറവ് പൊട്ടി ഒലിച്ചില്ലേ? യാമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിറതൻ മിൻ ഇസ്ബഅൈഹി ഫറൗ വൽ ജൂശ ബിൽ മദദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്ന് ഉറവ് പൊട്ടിയിട്ട് വെള്ളം കൊടുത്തു റസൂലുള്ളാഹിക്ക്. എന്നെ ദാഹിച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് അതിന് കഴിയാഞ്ഞിട്ടല്ലോ. അതിലൊക്കെ ചരിത്രങ്ങളുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിക്ക് വെള്ളം തേടി പുറത്തിറങ്ങുന്നു, റസൂലുള്ളാഹിനെ ഇറക്കി വെക്കുന്നു, നിർത്തുന്നു. റസൂലുള്ളാഹി പോകുമ്പോൾ ഒരു ഗ്രാമീണയായ സ്ത്രീയുടെ ചെറ്റക്കുടിൽ കാണുന്നു. ആ പെണ്ണിനോട് ചെന്നിട്ട് ചോദിക്കുന്നു, പെണ്ണെ ഇവിടെ ആടുണ്ടോ? ഓ ആടുണ്ട്. പാലുണ്ടോ? ഒരിക്കൽ പാല്, ഒരു പാത്രം പാല് തരുമോ? പൈസ തരാം. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, പാലില്ല, ആടിന് പാലില്ല, പാല് കറക്കുന്ന ആടില്ല. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഓക്കെ, ആടിന് പാലില്ല എങ്കിൽ കുഴപ്പമില്ല, ആ ആടിന്റെ അകിടിൽ എന്റെ കൂടെയുള്ള ആളെ കൊണ്ടൊന്ന് തൊടാൻ സമ്മതിക്കുമോ? ചെലവൊന്നുമില്ലല്ലോ, ആ കുഴപ്പമില്ല, എന്നാൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരുന്നു. ആ ആടിന്റെ അകിടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവെക്കുന്നു. ആ ആടിന് പാൽ ഉണ്ടാകുന്നു. പാല് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കറന്നെടുത്തിട്ട് കൊടുക്കുന്നു. റസൂലുള്ളാഹി കുടിക്കുന്നു. ആ പെണ്ണ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ തിരിച്ച് വീണ്ടും മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ പെണ്ണിന്റെ ഭർത്താവ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വരുന്നു. വന്നിട്ട് ചോദിക്കുന്നു, പെണ്ണേ ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ ചുറ്റുപാട് കണ്ടപ്പോ ഭർത്താവ് മനസ്സിലായി ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു, രണ്ടാളുകളോട് വന്നിരുന്നു. ആരാണ് ആ രണ്ടാളുകൾ? എന്താണ് അവരുടെ വിശേഷണം? എന്താണ് അവരുടെ രൂപമെന്ന് ചോദിച്ചപ്പോ ഉമ്മു മഅബദി എന്ന് പിൽക്കാലത്തറിയപ്പെട്ട മഹദിയായ ആ പെണ്ണ് പറയുന്നു, ആ അതിൽ നേതൃത്വം വഹിക്കുന്നയാള് അഖ്ഹൽ ഐനൈൻ അസജ്ജൽ ഹാജിബൈൻ സഹിൽ ഖദ്ദൈൻ ഇലാ തകല്ലമ ഫഅലൈഹിൽ ബഹാഉ വഇലാ സമത ഫഅലൈഹിൽ വഖാറു ഹുൽവൽ മന്തിഖ് ഇലാ തലഖൂർ ഹാദൽ ബദ്റുൽ മുനീർ. സമയം വൈകിയിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കട്ടെ. റസൂലുള്ളാഹിനെ കുറിച്ച് ആ പെണ്ണ് കാഴ്ചയിൽ റസൂലുള്ളാഹിനെ കണ്ട കാഴ്ചയിൽ റസൂലുള്ളാഹിനെ വർണ്ണിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്. മങ്കൂസ് മുതൽ അതിന്റെ ഭാഗമുണ്ട്. അഖ്ഹൽ ഐനൈൻ, സുർമയിടപ്പെട്ട കണ്ണിനെ പോലെ നല്ല സൗന്ദര്യമുള്ള രണ്ട് കണ്ണുകൾ. അസജ്ജൽ ഹജിബൈൻ, തിങ്ങിമുറ്റിയ നല്ല പുരികമുള്ള രണ്ട് പുരികമുള്ള, അതേ നല്ല പുരികമുള്ള മനുഷ്യനാണ്. സഹിൽ ഖദ്ദൈൻ, നല്ല സോഫ്റ്റ് ആയ കവിൾത്തടമുള്ള മനുഷ്യനാകുന്നു. ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ, ആ മനുഷ്യൻ സംസാരിക്കുകയാണെങ്കിൽ എന്തൊരു പ്രൗഢിയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക്. അദ്ദേഹം സംസാരിക്കുന്നില്ലെങ്കിൽ എന്തൊരു ഗാംഭീര്യമാണ് അദ്ദേഹത്തെ കണ്ടാൽ. അദ്ദേഹത്തിന്റെ സംസാരം തേന്മഴ പോലെയാണ്, എന്തൊരു മാധുര്യമാണ് അദ്ദേഹത്തിന്റെ സംസാരം. അദ്ദേഹത്തെ കണ്ടാൽ ആരും പറയും ഇത് പ്രശോഭിക്കുന്ന 14-ാം രാവിലെ ചന്ദ്രൻ തന്നെയാണെന്ന് പറയും. ആ തരത്തിലുള്ള ഒരു മനുഷ്യനാണ് കൂടെ വന്നിട്ടുള്ള നേതൃത്വം നൽകുന്ന ആള് എന്ന് പറഞ്ഞപ്പോ ആ ഭർത്താവ് പറഞ്ഞു, എന്നാൽ അത് നബിയാകുന്നു, പ്രവാചകനാകുന്നു, അതിന് സംശയമില്ല എന്ന് അദ്ദേഹത്തിന്റെ പെണ്ണിന്റെ ഭർത്താവ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കണം. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു വിഷയമാണ് ഹിജ്റ എന്ന് പറയുന്നത്. വെറുതെ ഹിജ്റയെ ആസ്പദമാക്കിക്കൊണ്ട് മുസ്ലിം ലോകം കലണ്ടർ ഉണ്ടാക്കിയതല്ല. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ നീണ്ടു കിടക്കുന്ന ഒരുപാട് സംഭവ ബഹുലമായ, നമുക്ക് സന്തോഷവും റസൂലുള്ളാഹിയുടെ ഇഷ്കും സ്നേഹവും വർദ്ധിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുള്ള, എന്നാൽ റസൂലുള്ളാഹിയുടെ ത്യാഗം
ഭാഗത്തെ നന്നായി നമുക്ക് വരച്ചു കാട്ടുന്നതുമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മദീനയിലേക്ക് വന്ന ഈ സദസ്സിൽ അല്പസമയം റസൂലുള്ളാഹി നമ്മുടെ ഹിജ്റ പറയാൻ പറ്റിയത് അവിടുത്തെ ഹിജ്റ എന്ന് പറഞ്ഞ തുടക്കം കുറിക്കുന്ന ഈ മാസത്തിലാണ്. അല്ലാഹു ജല്ല വഅല ആ റസൂലുള്ളാഹിനെ അനുധാവനം ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ആദരിക്കേണ്ടവരെ, നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ അല്ലാഹു ജല്ല വഅല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.